ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന മുൻമന്ത്രി വി ശിവൻകുട്ടി നാളെ നൽകുന്ന അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കി ക്രമീകരിക്കാവുന്നതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച അവധി നൽകുന്നതായിരിക്കും നല്ലതെന്ന് PM മുഹമ്മദ് റിയാസും പറഞ്ഞു. അല്ല, അവധി കൊടുക്കണം എന്നുള്ള തന്നെയാണ് പൊതുവെ അഭിപ്രായമുള്ളത്. അതെ, അവധി കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, അത് ചർച്ച ചെയ്യട്ടെ, സർക്കാർ ചർച്ച ചെയ്യട്ടെ. സനിസയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസയ്ക്ക് അവധി വേണം എന്നുണ്ടോ? അതുണ്ട്, അതൊരു കാര്യം. മറ്റൊന്ന്, ഇത് പ്രായഭേദമന്യേ എല്ലാവരും, അതിപ്പോൾ കുട്ടികളായിക്കോട്ടെ, വലിയ ഓഫീസുകളിൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഉറക്കക്ഷീണം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അത്രയധികം അവരെല്ലാവരും ഫുട്ബോളിനെ നെഞ്ചേറ്റി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു അവധി എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. സനിസയ്ക്ക് എന്തായാലും ആഗ്രഹമുണ്ടോ? എന്തൊക്കെയാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത്? അതേ ശ്യാമിലി, ഉള്ളിന്റെ ഉള്ളിൽ എനിക്കും ആ ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു ലൈവിന് ശേഷം അത് നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും തിങ്കളാഴ്ച ഇന്ന് 12:30 ആവേശ മത്സരം, സ്പെയിനും അർജന്റീനയുമായിട്ടുള്ള ആവേശ മത്സരം, ഇത്രയും നാൾ കാത്തിരുന്ന ആ മത്സരം നടക്കാൻ പോവുകയാണ്. പുലർച്ചെ ഏറെ നേരം ഈ മത്സരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളടക്കം അർജന്റീന ഫാൻസ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അർജന്റീന ഫാൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. കൂടാതെ തന്നെ ഈ സ്പെയിനുമായിട്ട് ഈ മത്സരം വരുന്നു. മറ്റ് തോറ്റ ടീമുകളൊക്കെ ഈ സ്പെയിനിനൊപ്പം അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയൊരു ആവേശ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് നാളെ ഈ പുലർച്ചയോളം മത്സരം നീളുന്ന ഒരു സാഹചര്യത്തിൽ നാളെ അവധി നൽകണമെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം. പകരം ഏതെങ്കിലും അവധി വരുന്ന ഒരു ശനിയാഴ്ച പകരം പ്രവൃത്തി ദിവസമാക്കണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. കുട്ടികളും കളി കാണട്ടെ. ഈ കളി കണ്ട് പുലർച്ചെ വീണ്ടും ഉറങ്ങിയതിനു ശേഷം അവർ സ്കൂളിൽ സമയത്തിന് എത്തണമെന്നില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇങ്ങനെ സർക്കാരിനോട് അവധി നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും കുട്ടികളടക്കം പ്രായഭേദമന്യേ എല്ലാവരും കേരളത്തിൽ വലിയ ആവേശത്തിലാണ്. എല്ലാവർക്കും ഒരു അവധി കിട്ടിയാൽ കൊള്ളാമെന്ന ഒരു മൂഡ് തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ആവേശമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു അവധി കിട്ടണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കുട്ടികൾ കളി കാണട്ടെ, എന്നിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് മറ്റൊരു ശനിയാഴ്ച പഠിക്കട്ടെ എന്ന് തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നമുക്കും ആഗ്രഹിക്കാം. സർക്കാർ അങ്ങനെ ഒരു നടപടിയിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ കടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ശ്യാമിലി, ശരി, ഇനിയും മണിക്കൂറുകളുണ്ട്. എന്തായാലും അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. അത് സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. എന്തായാലും കായിക മന്ത്രി അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവധി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പക്ഷേ അത് ചർച്ചകൾക്കൊക്കെ വിധേയമാണ് എന്നാണ് നേരത്തെ OJ ജനീഷ് പറഞ്ഞത്. പക്ഷേ സനിസ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ ആരാധകർക്കും ഈ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഒരു ആശങ്കയായി ഉണ്ടായിരുന്നത് ഈ വൈദ്യുതി നിയന്ത്രണമാണ്. ഇത് എപ്പോൾ പോകും, എപ്പോൾ വരും, ഇത് കാറ്റുപോലെയാണല്ലോ ഇപ്പോൾ വൈദ്യുതി ഏറെക്കുറെ. പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത എന്തായാലും വന്നിട്ടുണ്ട്. അവധിയുടെ കാര്യത്തിലല്ലെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഇല്ല എന്നുള്ളതാണല്ലോ. അധികമായി വൈദ്യുതി വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതേ ശ്യാമിലി, കറണ്ട് പോകുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. അതിപ്പോൾ ആരാധകർക്ക് മാത്രമല്ല, സർക്കാരിനും അതൊരു ആശങ്ക തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ സെമിയിലൊക്കെ കറണ്ട് പോയ ഒരു സാഹചര്യത്തിൽ വൈദ്യുത സബ്സ്റ്റേഷനുകളിൽ, ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷനുകളിലൊക്കെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഫൈനലിൽ എങ്ങാനും കറണ്ട് കട്ട് ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് സർക്കാരിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മുൻപേ തന്നെ വൈദ്യുത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫൈനൽ നടക്കുന്ന ദിവസം കറണ്ട് കട്ട് ഉണ്ടാവില്ല. ഇതിനുവേണ്ടി 200 മെഗാവാട്ട് വൈദ്യുതി മുൻപേ തന്നെ അധിക വൈദ്യുതി വാങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് മുതൽ 200 മെഗാവാട്ട് വൈദ്യുതി നൽകി തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കറണ്ട് കട്ട് ഉണ്ടാവില്ല, വൈദ്യുത നിയന്ത്രണം ഉണ്ടാകില്ല. കൂടാതെ തന്നെ ആഭ്യന്തര വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം വൈദ്യുത മന്ത്രി നൽകിയിട്ടുണ്ട്, വകുപ്പിന് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ആഭ്യന്തര വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കും. കൂടാതെ തന്നെ സബ്സ്റ്റേഷനുകളിൽ പീക്ക് അവറിലൊക്കെ വേണ്ട തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യാതൊരു തരത്തിലും കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്